Hi all, welcome to pre and post market analysis. It's me Rahul Bashir, your forex mentor. So നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ ഗോൾഡിൻ്റെ അപ്ഡേറ്റിലേക്ക് കിടക്കാം. സോ ഇന്നലെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗോൾഡ് ഈ ലെവലിലൊരു 1 അവറിൻ്റെ ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം അതിനുശേഷം ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തൊരു ഏഷ്യ സെഷൻ ആയപ്പോഴേക്കും അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു ബൈ റാലി അവിടെ കണ്ടിന്യൂ ചെയ്ത് പോയി. ആൻഡ് ഇപ്പോൾ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു സ്ട്രെയിറ്റ് മൊമെൻറ്റമാണ് ഗോൾഡിൽ തന്നേക്കുന്നത്. ഈ ഒരു മെജോറിറ്റി ചാൻസ് എന്ന് പറയുന്നത് ഈ ഒരു സ്ട്രെയിറ്റ് മൊമെൻറ്റം തന്നതിൻ്റെ ഒരു 50% ലെവൽ വരെ റീട്രേസ് ചെയ്തതിന് ശേഷം ആ ബൈ റാലി കണ്ടിന്യൂ ചെയ്യാനായിരിക്കും ചാൻസസ് കൂടുതൽ. ഇപ്പം നമുക്ക് എവിടം വരെ ഇത് ടാർഗറ്റ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്നൊരു 4 അവറിൻ്റെ മെയിൻ ലിക്വിഡിറ്റിയിലേക്ക് ടാർഗറ്റ് ചെയ്യാനായിട്ട് പറ്റും. 4102 ലെവലിലേക്ക് ടാർഗറ്റ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ കാണുന്ന 4121 ലെവൽ വരെ ടാർഗറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏകദേശം ആ കഴിഞ്ഞ ആഴ്ചയിൽ മണ്ടയിൽ ക്രിയേറ്റ് ചെയ്ത ഒരു ഗ്യാപ്പ് ടൗൺസ് ഫുള്ളായിട്ട് ഫില്ല് ചെയ്യുന്നതായിട്ടും കാണാനായിട്ട് പറ്റും. ആൻഡ് അതിനുശേഷം ഒരു സെൽ സൈഡിലേക്ക് തന്നെയാണ് പ്ലാൻ ചെയ്യുന്നത്. ലെറ്റ്സ് ആ ഒരു ഏരിയയിൽ എത്തിയതിന് ശേഷം അടുത്തൊരു സെൽ പ്ലാനും കാര്യങ്ങളൊക്കെ ചെയ്യാം അക്കോർഡിംഗ് ടു നമ്മളെ ലിക്വിഡിറ്റി കൺസെപ്റ്റ് വെച്ചിട്ട്. ആൻഡ് പ്രൈസ് ഇനി ഇവിടെ നിന്ന് ഡ്രോപ്പ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഈ സ്ട്രെയിറ്റ് മൂവ്മെൻറ്റിൻ്റെ 50% അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ താഴെ കാണുന്ന ഒരു 1 അവറിൻ്റെ തന്നെ ഒരു ബേസ് ലെവലുണ്ട്. അപ്പോൾ ഈ ഒരു ലെവലിൽ നിന്ന് നിങ്ങൾക്ക് ബൈ ഓപ്പർച്യൂണിറ്റി നോക്കാവുന്നതാണ്. ആൻഡ് അത് കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ടാർഗറ്റ് ഇപ്പോൾ ഇന്ന് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഹൈ ടാർഗറ്റ് ചെയ്യാം ഫസ്റ്റ്. ആൻഡ് സെക്കൻഡ് ടി പി എന്ന് പറയുന്നത് ഓൾവേസ് 4104 നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ലെറ്റ്സ് മൂവ് ഇൻ ടു യൂറോ USD. യൂറോ USD നമ്മൾ ലാസ്റ്റ് വീക്ക് അനലൈസ് പറഞ്ഞപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കാണുന്ന ഏരിയയിൽ ഒരു സെൽ മൊമെൻറ്റം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സെൽ കണ്ടിന്യൂഷൻ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ആൻഡ് ഇപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു അനലൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം ക്രിയേറ്റ് ചെയ്ത ഒരു ന്യൂയോർക്കിൻ്റെ സെഷൻ്റെ ഇൻസൈഡ് ആയിട്ടാണ് ഇപ്പോൾ മൂവ് ചെയ്യുന്നത്. ഏതൊരു ഈ കാണുന്നൊരു ഹൈ ബ്രേക്ക് ചെയ്തവരെ വെയിറ്റ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രീവിയസ് ഡേയുടെ ഹൈ എടുക്കുന്നവരെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലൈക്ക് ഈ ഒരു ഹൈ എടുത്തു കഴിഞ്ഞാൽ എഗെയിൻ നമുക്ക് സെൽ സൈഡിലേക്ക് തന്നെ പ്ലാൻ ചെയ്യാവുന്നതാണ്. സോ ഈ കാണുന്ന പ്രീവിയസ് ഡേയുടെ ഹൈ എടുത്തു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഒരു സെൽ സൈഡിലേക്ക് പ്ലാൻ ചെയ്യാം. അല്ല ഈ കാണുന്ന ന്യൂയോർക്കിൻ്റെ ഹൈ എടുത്തിട്ടാണ് പ്രൈസ് ഒരു സെൽ സൈഡിലേക്ക് കൺഫർമേഷൻ തരുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ആ സെൽ മൊമെൻറ്റത്തിലേക്ക് തന്നെ കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. ആൻഡ് ഇവിടെ നിന്ന് സെല്ലെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കാണുന്ന ലോ തന്നെ ഒരു ടി പി ആയിട്ട് ബുക്ക് ചെയ്യാവുന്നതാണ്. ആൻഡ് ലോങ് ടൈമിലേക്കാണ് ഹോൾഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ 1.12947 എന്ന ലെവൽ വരെ ആ ടി പി ഹോൾഡ് ചെയ്യാവുന്നതാണ്. ആൻഡ് സ്റ്റിൽ ഇപ്പോൾ യൂറോ USD മൂവ് ചെയ്യുന്നത് ഒരു കൺസോൾഡേറ്റ് ചെയ്തിട്ട് ഡൗൺ സൈഡിലേക്ക് മൂവ് ചെയ്യുന്നത് പോലെയാണ് ഇപ്പോൾ പ്രൈസ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഇങ്ങനത്തെ ഒരു മാർക്കറ്റിൽ 2 സൈഡിലേക്കും ട്രേഡ്സ് പോസിബിൾ ആണ് യൂറോ USDയിൽ. കാരണം കൺസോൾഡേറ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളൊരു ലോങ് ടൈമിലേക്ക് ഒരു സ്വിംഗ് ട്രേഡും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ ഇരട്ടി ടൈം കൂടുതൽ എടുക്കാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. സോ ബെറ്റർ ടു ടേക്ക് ഡേ ട്രേഡ്സ്, റൈറ്റ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ഫൈൻഡ് ചെയ്യുക, റൈറ്റ് ആയിട്ടുള്ള ലിക്വിഡിറ്റീസ് ഫൈൻഡ് ചെയ്യുക. അതിനുശേഷം ഒരു പ്രോപ്പറായിട്ട് തന്നെ നിയറസ്റ്റ് ആയിട്ടുള്ള ഏരിയയിൽ തന്നെ ഫസ്റ്റ് ടി പി ബുക്ക് ചെയ്യുക. കാരണം കൺസോൾഡേറ്റ് ചെയ്യുന്ന മാർക്കറ്റ് ആയതുകൊണ്ടാണ് ഞാനത് നിങ്ങളുടെ അടുത്ത് എടുത്തു പറഞ്ഞത്. ആൻഡ് യൂറോ USD നമുക്ക് സെൽ സൈഡ് വ്യൂ ആണ്. ആൻഡ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗോൾഡിൽ ഒരു ബൈയിങ് മൊമെൻറ്റം ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. ഗോൾഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഗോൾഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബൈയിലേക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി ഇപ്പോൾ ഒരു ഡിസ്കൗണ്ട് ലെവലിൽ നിൽക്കുന്നത് കൊണ്ട് ബൈയിലേക്ക് കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് ഗ്രാബ് ചെയ്യാം. അപ്പോൾ മോർ ഓവർ പ്രൈസ് എന്തായാലും ഒരു 3500 വരെ ഡ്രോപ്പ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ടിൽ 4100 4200 റേഞ്ച് വരെ നിങ്ങൾക്ക് ആ ഒരു ബൈ നോക്കിയാൽ മതി. അതിനുശേഷം സെല്ല് നോക്കുന്നതായിരിക്കും ബെറ്റർ ആയിട്ടുള്ള ഒരു ഡിസിഷൻ. സോ ദാറ്റ്സ് ഇറ്റ് മൈ വ്യൂ ഓൺ ഗോൾഡ് ആൻഡ് യൂറോ USD. നമുക്ക് ഇതിൻ്റെ ഒരു അപ്ഡേറ്റഡ് വീഡിയോ ആയിട്ട് നാളെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.